Hello everyone, we are moving with our previous year question paper analysis. Computerised accounting system question papers ആണ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ആസ് യു ഓൾറെഡി ടോൾഡ് ടൈം 2 hours തന്നെയാണ്, ഇൻക്ലൂഡിങ് പാർട്ട് എ. പിന്നെ മാർക്സ് 1, 2, 3, 4, 5 എന്നുള്ള ഡിസ്ട്രിബ്യൂഷനിലാണുള്ളത്. പിന്നെ പാറ്റേൺ വരുന്നത് MCQ, ഫില്ലപ്പ്, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ. പിന്നെ ഡിഫൈൻ ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ ടേബിളാർ സ്ട്രക്ചറുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ കണ്ടിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം. സോ ലൈക്ക് 2021 മാർച്ച് ഇതിൽ 4 സെഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ 6th സെഷനായിട്ട് വരുന്നതാണ് 1 mark ക്വസ്റ്റ്യൻ. അതിലെല്ലാം ആൻസർ ചെയ്യണം. പിന്നെ 7th സെഷനിലുള്ള 3 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 23 to 26 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അതിന് ഓരോന്നിന് 2 മാർക്കാണ്. പിന്നെ 8th സെഷനിൽ 2 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 27, 28, 29. പിന്നെയുള്ള 9th സെഷനിൽ 2 ക്വസ്റ്റ്യനുള്ള അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഒന്നിന് 5 മാർക്ക് കിട്ടും. സോ വി ഷാൽ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ. 6th സെഷനിൽ വരുന്നത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 20 to 22. ഈച്ച് ക്യാരീസ് 1 score. 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഓരോന്നിന് 1 മാർക്കാണ്. സോ 20th ക്വസ്റ്റ്യൻ, ദ കോഡ് CS101, CS102, CS103 for customer X, Y and Z is an example of dash code. കുറേ ന്യൂമോണിക് കോഡ്സ് ഉണ്ട്, സീക്വൻഷ്യൽ കോഡ്സ് ഉണ്ട്, ബ്ലോക്ക് കോഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അതിൽ സീക്വൻഷ്യലായിട്ട് വരുന്നത് ഏതാണ്? സീക്വൻഷ്യൽ ബ്ലോക്ക് ആണല്ലേ. ന്യൂമോണിക് ആണെങ്കിൽ വേറെ രീതിയിൽ ന്യൂമോണിക്സ് വെച്ചിട്ടും അതുപോലെ ബ്ലോക്ക് ആണെങ്കിൽ ഓരോ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുമാണ് ഉള്ളത്. സോ ഈ സീക്വൻഷ്യൽ ഫോർമാറ്റിൽ 1, 2, 3 എന്നുള്ള സീക്വൻഷ്യൽ ഫോർമാറ്റ്, അതിൽ 10, 11, 12 അങ്ങനെയൊക്കെ സീക്വൻഷ്യലായിട്ട് വരുന്നതാണെങ്കിൽ സീക്വൻഷ്യൽ ബ്ലോക്കാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? സീക്വൻഷ്യൽ ആണ്. പിന്നെ 21st ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻസ് ആയിട്ടുള്ളത് DA, DB, HR, PF. DA DNS അലവൻസ്, HR ഹ്യൂമൻ റിസോഴ്സ് അലവൻസും, PF പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെയാണ്. ഏതായാലും DB എന്നുള്ളത് ഡാറ്റാബേസ് ആണല്ലേ. ഡാറ്റാബേസ് നമ്മുടെ പേറോളിൽ വരുന്നുണ്ടോ? ഇല്ല. സോ DB ആണ് ഇവിടെ ഓഡ് 1 ആയിട്ടുള്ളത്, അതായത് പേറോൾ സ്റ്റേറ്റ്മെൻറ്റിൽ പെടാത്തത്. പിന്നെ 22nd ക്വസ്റ്റ്യൻ, ദ ടൂൾ യൂസ്ഡ് ടു കണക്ട് 2 tables ഇൻ ലിബ്രെ ഓഫീസ് ബേസ് ഈസ്. ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് റിപ്പോർട്ട്, ഫോം, ക്വയറീസ്, റിലേഷൻഷിപ്പാണ്. റിപ്പോർട്ടും ഫോമും ക്വയറീസ് ഒന്നും അല്ല, രണ്ടെണ്ണം കണക്ട് ചെയ്യാനുള്ളത് റിലേഷനാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഉള്ളത് ആൻസർ ചെയ്ത റിലേഷൻഷിപ്പാണ്. ആൻഡ് 7th സെഷൻ, ആൻസർ എനി 3 questions ഫ്രം 23 to 26. ഈച്ച് ക്യാരീസ് 2 scores. സോ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിൽ 3 എഴുതിയാൽ മതി. സോ 23rd ക്വസ്റ്റ്യൻ, ഡിസ്കസ് എനി 2 security features ഓഫ് കമ്പ്യൂട്ടേഴ്സ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടേഴ്സ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പറയുമ്പോൾ അതിൽ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റും, ഡാറ്റ വോൾട്ടും. അതിൽ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞത്. Then the 24th question, the details of sales is given below in the following spreadsheet. ഒരു സ്പ്രെഡ്ഷീറ്റാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കോഡുണ്ട്. കോഡുള്ളത് 101, 102, 103 സീക്വൻഷ്യലാണ്. പിന്നെ ബിയിൽ വരുന്നത് നെയിം ഓഫ് ദി സെയിൽസ്മാൻ, പ്രവീൺ, ജാഫർ, ജോണി എന്നുള്ളതാണ്. പിന്നെ സെയിൽസിൽ വരുന്നത് 62,000, 74,000, 68,000. പിന്നെ കമ്മീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അതുപോലെ ടോട്ടൽ സെയിൽസും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നമുക്ക് റൈറ്റ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. സോ എന്താണുള്ളത് മാത്രം എഴുതിയാൽ മതിയാവും. സോ എ പാർട്ടിലുള്ളത് ടോട്ടൽ സെയിൽസ് ഇൻ സെൽ C5 ആണ്. C5 എന്ന് പറഞ്ഞ സെല്ലിലുള്ള ടോട്ടൽ സെയിൽസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഫംഗ്ഷൻ എന്താ? സോ ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യാനുള്ള സമയം നമുക്കറിയാം. സം ഓഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് C2 ആണ്, ഇത് C3 ആണ്, ഇത് C4 ആണെന്ന് പറയാം. സോ ഇവിടെ C2 C4 എന്ന് എഴുതിയാൽ മതി. സോ ഇങ്ങനെയാണ് സമ്മ് ഫൈൻഡ് ചെയ്യുക. സോ ഇതിലുള്ള സെക്കൻഡ് പാർട്ട്, ബി പാർട്ടിലുള്ളത് 10% സെയിൽ കമ്മീഷൻ ടു പ്രവീൺ ഇൻ സെൽ D2 ആണ്. ഈ D2ലുള്ള ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പ്രവീണിനുള്ള 10% സെയിൽ കമ്മീഷൻ എത്രയെന്നാണ് ചോദിക്കുന്നത്. സോ 10% കമ്മീഷൻ ഫൈൻഡ് ചെയ്യാൻ C2 ഇൻറ്റു 10% എന്ന് കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ C2 ഇൻറ്റു 10/100 എന്ന് കൊടുത്താലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25th ക്വസ്റ്റ്യൻ, നെയിം ദ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ GNU കാട്ടാം. നമ്മുടെ ഈ GNU കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിൽ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അത് ഇവിടെ കണ്ടല്ലോ. 25th ആൻസർ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ആർന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ട്, പിന്നെ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഉണ്ട്. ഇങ്ങനെ 4 എണ്ണമാണ് കൊടുത്തത്. സോ ഇത് 4ഉം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 26th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 4 ഡാറ്റ ടൈപ്സ് അവൈലബിൾ ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ ഉള്ള ഡാറ്റ ടൈപ്സ് ആണ്. ഒരുപാട് ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് ചോദിച്ചത്. ഡാറ്റ ടൈപ്സ് ഇൻ ലിബ്രെ ഓഫീസ് ആർന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ്, നമ്പർ, ഡേറ്റ്, ടൈം, യെസ് ഓർ നോ, ഇൻഡിജർ, മെമ്മോ, ഡെസിമൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും 4 എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. 4 എണ്ണത്തിന് 2 മാർക്ക് എന്തായാലും കിട്ടും. സോ നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. 8th സെഷനാണ്. ആൻസർ എനി 2 questions ഫ്രം 27 to 29. ഈച്ച് ക്യാരീസ് 3 scores. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ആൻസർ ചെയ്താൽ മതി. സോ അരുൺ ട്രേഡേഴ്സ് ടുക്ക് എ ലോൺ ഓഫ് 1 lakh for 24,000 ഫ്രം SBI at 12% ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ് പീരീഡ്. SBI എന്ന 12% ഇൻട്രസ്റ്റിൽ 24 മാസത്തേക്ക് 2 കൊല്ലത്തേക്കും 1,00,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. സോ ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഇൻ കാൽക്ക്. നമ്മുടെ കാൽക്കിൻ്റെ സോഫ്റ്റ്വെയറിൽ
ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിലുള്ള ഒരു ഫംഗ്ഷനാണ് ചോദിച്ചത് ഫോർ പ്രിപ്പയറിംഗ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. സോ അതിലുള്ള ഫംഗ്ഷൻ ഏതാണ്? നമുക്കറിയാം ലോൺ റീപേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. സോ അത് PMT ഫംഗ്ഷനാണ്. PMT എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഫംഗ്ഷനാണ്. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഗീഡ്സ് സിൻടാക്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് പാരാമീറ്റേഴ്സ്. അപ്പം PMT ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ബി പാർട്ട് ചെയ്താൽ ഇത് സെപ്പറേറ്റ് എ പാർട്ട് എന്ന് പറഞ്ഞിട്ട് PMT പേയ്മെൻറ്റ് എന്നൊക്കെ എഴുതിയിട്ട് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ മീൻസ് ഒരു സിംഗിൾ ലൈനൊക്കെ മതിയാവും. പിന്നെ PMT എന്ന് പറഞ്ഞിട്ട് ഇത് ബി പാർട്ട് സെപ്പറേറ്റ് ചെയ്തണം. എന്നിട്ട് PMT ഈക്വൽ എന്ന് പറയുന്നത് സിൻടാക്സ് ചെയ്താൽ PMTൻ്റെ സിൻടാക്സ് എന്താ വരുന്നത്? PMT ഈക്വൽ ടു റേറ്റ് n per number of period ആണ്, PV, FV, type. So PMT equal to rate, n per PV, FV, type. ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതൊന്ന് എഴുതിയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. റേറ്റ് എന്താണ്, n per എന്താണ്, PV എന്താണ്, FV എന്താണ്, ടൈപ്പ് എന്താണുള്ളത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതിൽ റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. n per എന്ന് പറയുന്ന നമ്പർ ഓഫ് പീരീഡ്സ് അതല്ലെങ്കിൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. PV എന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ആണ്. ഇത് മൂന്നും റിക്വയർഡ് ആണ്, എന്തായാലും കൊടുക്കണം. പിന്നെ FVയും ടൈപ്പും ഓപ്ഷണലാണ്, വേണേൽ കൊടുത്താൽ മതി. FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. ടൈപ്പ് എന്ന് വെച്ചാൽ ഡ്യൂ ഉണ്ടെങ്കിൽ കൊടുക്കാനാണ്. 0 അല്ലെങ്കിൽ 1 എന്നൊക്കെയാണ് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴേക്കും എന്തായാലും 3 മാർക്കിനുള്ള ആൻസർ ആവും. സോ ഇതെല്ലാം കൂടെ ഒന്ന് എ പാർട്ട് PMT എന്ന് എഴുതിയിട്ട് ജസ്റ്റ് എന്താണെന്നുള്ളത് PMTൻ്റെ ഫുൾ ഫോം പേയ്മെൻറ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ചെയ്താൽ മതി. ബി പാർട്ട് ആണെങ്കിൽ PMT ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്താൽ, സിൻടാക്സ് കംപ്ലീറ്റ് ചെയ്താൽ, എന്നിട്ട് ഓരോ പാരാമീറ്റേഴ്സും ജസ്റ്റ് ഒന്ന് എന്താണെന്ന് എഴുതാം. റേറ്റും n per PVയും FVയും ടൈപ്പൊക്കെ എന്താണെന്ന് ജസ്റ്റ് എഴുതിയാൽ 3 മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28th ക്വസ്റ്റ്യൻ. എ ചാർട്ട് ഈസ് ഗിവൺ ഫോർ യു. ചാർട്ട് ഉണ്ടല്ലോ. എന്നിട്ട് ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ പാർട്ട് ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് എബവ് ചാർട്ട് ടൈപ്പ്. ഏത് ടൈപ്പാണെന്ന് ഒരുപാട് ചാർട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോളം, ലൈന്, പൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏത് ടൈപ്പാണ്? കോളം ചാർട്ടാണ് അല്ലേ, നമുക്കറിയാം കോളം ചാർട്ടാണ്. പിന്നെ ബി ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് പ്രിപ്പയറിംഗ് ചാർട്ട്സ്. ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ചാർട്ട്സിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? വിഷ്വൽ അപ്പീലുണ്ട്, അതുപോലെ റീഡ് ദ ഡാറ്റ ഈസി, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡാറ്റ ക്വിക്ക്ലി, നോ ദ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും 2-3 എണ്ണമാണ് പറഞ്ഞത്. സോ എക്സ്പ്ലെയിൻ ഈ 2 എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ് എഴുതിയാൽ മതി. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ 29th ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡിഫറൻസ് സ്റ്റെപ്പ് ഫോർ ക്രിയേറ്റിംഗ് എ ടേബിൾ ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. 2021 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞതാണ്. എങ്ങനെയാണ് ലിബ്രെ ഓഫീസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. അത് നമ്മൾ അപ്ലിക്കേഷൻസ് ഒന്ന് ഓഫീസ് എടുക്കുക, ഓഫീസ് ഒന്ന് ഈ ഒരു പെർട്ടിക്കുലർ കാൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ എടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡാറ്റാബേസൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പം ടേബിളർ ഫോമാറ്റിൽ വരും. അതിൽ സെല്ലിൻ്റെ ഫീൽഡിൻ്റെ നെയിമും ഫീൽഡ് ടൈപ്പൊക്കെ കൊടുക്കുക, അങ്ങനെ സെറ്റ് ചെയ്യുക. സോ ജസ്റ്റ് അവിടെ 4 മാർക്കിനാണ്, ഇവിടെ 3 മാർക്കിനാണ് ചോദിച്ചത്. അതിനനുസരിച്ച് എഴുതിയാൽ മതി. Then comes the last session, 9th session ആണ്. ആൻസർ any 1 question from 30 to 31. 30 31 ഏതെങ്കിലും ഒന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 5 മാർക്ക് ഉണ്ട്. സോ 30th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ യൂസ് ആൻഡ് സിൻടാക്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. ഓരോന്നിൻ്റെയും യൂസ് എന്താണെന്ന് ചോദിക്കുന്നത്. നൗ, കൗണ്ട്, ഈഫ്, റേറ്റ്, കൺകാറ്റിനേറ്റ് ഒക്കെയാണ്. സോ നമുക്ക് 2 കാര്യങ്ങൾ എഴുതണം. ആദ്യം പാർട്ട് ചെയ്യാൻ നൗ എടുത്തിട്ട് അതിൻ്റെ സിൻടാക്സ് ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ യൂസ് ചെയ്താൽ. സോ നൗ ഇറ്റ് ഷോസ് ദ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം. ഇപ്പോഴത്തെ അതായത് പ്രസൻറ്റ് ടൈമും ഡേറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താ വരുന്നത്? ഈക്വൽ ടു നൗ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നൗ ഓഫ് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് ബി കൗണ്ടാണ്. കൗണ്ട് അതിനെ യൂസ് ചെയ്യുക. ഇറ്റ് കൗണ്ട്സ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ്. ഏതൊക്കെ സെൽസിലാണ് നമ്പേഴ്സ് ഉള്ളത് എന്നുള്ളത് കൗണ്ട് ചെയ്യും. സിൻടാക്സ് എന്താ? കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ്, കണ്ടല്ലോ, ഈക്വൽ ടു കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ജസ്റ്റ് കൊടുത്താൽ മതി. സോ ഇവിടെ സിൻടാക്സ് ചെയ്തുമ്പോൾ വാല്യൂ 1, വാല്യൂ 2, എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് ഈഫാണ്. സി ക്വസ്റ്റ്യൻ ഈഫ് ആണ്. ഇറ്റ് അനലൈസ് എ ലോജിക്കൽ ടെസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈഫ് കണ്ടീഷൻ ആണ്. സോ സിൻടാക്സ് എന്താ? ഈഫ്, ഇവിടെ കണ്ടല്ലോ, ഈഫ് ടെസ്റ്റ് ദെൻ വാല്യൂ അതർവൈസ് വാല്യൂ. സോ ഈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഈഫ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് കൊടുക്കണം, ടെസ്റ്റ് കണ്ടീഷൻ കൊടുക്കണം. ദെൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുക്കണം. അതർവൈസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാല്യൂ കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയാലും മതി. ഈ സിൻടാക്സ് എഴുതാൻ അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പിന്നുള്ളത് റേറ്റ് ആണ്. റേറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസോ അതല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ റേറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് റേറ്റ് പറയുന്നത്. സോ റേറ്റിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഫംഗ്ഷൻ. സോ റേറ്റിൻ്റെ സിൻടാക്സ് എങ്ങനെ വരിക? ഈക്വൽ ടു റേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് n per ഉണ്ട്, നമ്പർ ഓഫ് പീരീഡ്സ്, PMT പേയ്മെൻറ്റിൻ്റെ, പിന്നെ PV ഉണ്ട്, FV ഉണ്ട്, ടൈപ്പ് ഉണ്ട്, ഗസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തുമ്പോൾ സിൻടാക്സ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇത് കംപ്ലീറ്റ് ചെയ്യണം. സിൻടാക്സ് റേറ്റിൻ്റെ സിൻടാക്സ് ചെയ്തുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത വരുന്നത്
കൺകാറ്റിനേറ്റ് ആണ്. കൺകാറ്റിൻ്റെ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ 2 or more സ്ട്രിങ്സ് ടുഗദർ. കൺകാറ്റിനേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒന്നതിലധികം സ്ട്രിങ്സ് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൺകാറ്റിനേഷൻ എന്ന് വെച്ചാൽ കൂട്ടി യോജിപ്പിക്കുക. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ C++ലും എല്ലായിടത്തും വരുന്നതാണ് കൺകാറ്റിനേഷൻ. സോ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്? ഈക്വൽ ടു കൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രിങ്ങും കൊടുക്കുക. സോ ഇപ്പം ഈക്വൽ ടു എക്സാമ്പിൾ ഇതാണെങ്കിൽ കൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു ബ്രാക്കറ്റ് ഇടണം, എന്നിട്ടാണ് കൊടുക്കേണ്ടത്. സോ 2 ഹലോ വേൾഡ് എന്നാണ് കൊടുക്കണമെങ്കിൽ ഹലോ കോമഡ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ വേൾഡ് കൊടുക്കുക, എന്നിട്ട് ഡബിൾ കോഡ്സ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യണം. സോ ഇങ്ങനെ വരുന്നത് 2 സെപ്പറേറ്റ് സ്ട്രിങ്സും കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 31st ക്വസ്റ്റ്യൻ. ദേവിക ഏജൻസീസ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ ഓർഗനൈസേഷൻ ഇൻ JNU കാട്ട. നമ്മൾ സോഫ്റ്റ്വെയറിൽ ദേവിക ഏജൻസീസ് ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. നോ ദേ വാണ്ട് ടു ക്രിയേറ്റ് ലെജർ അക്കൗണ്ട്സ്. അവർക്ക് ലെജർ അക്കൗണ്ട്സ് തുടങ്ങാൻ വേണ്ടത്. റൈറ്റ് ദ പ്രൊസീജിയർ ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ലെജർ അക്കൗണ്ട്സ് ബൈ പ്രിപ്പയറിംഗ് എ ടേബിൾ ഷോയിങ് റെലവൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് അസ്യൂമിംഗ് ദാറ്റ് ദർ ഈസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ്സും സബ് ഗ്രൂപ്പ്സും ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. എന്തൊക്കെ വേണമില്ല? റൈറ്റ് ദ പ്രൊസീജിയർ ടു ക്രിയേറ്റ് ഫോളോയിങ് ലെജർ അക്കൗണ്ട്സ്. ഈ പറയുന്ന ലെജർ അക്കൗണ്ട്സ് കംപ്ലീറ്റ് വേണം. സോ എങ്ങനെയാണ് ലെജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക? പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റേഴ്സ് എടുക്കുക, അതിൽ ക്രിയേറ്റ് അക്കൗണ്ടിൽ സെലക്ട് ഗ്രൂപ്പ് എടുക്കുക, സെലക്ട് സബ് ഗ്രൂപ്പ് എടുക്കുക, അതിൽ അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കുക, സേവ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ലെജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ആരോ എന്ന് വെച്ചാൽ സെലക്ട് എന്നാണ് അതിനർത്ഥം. നമ്മൾ സിസ്റ്റത്തിൽ സെലക്ട് ചെയ്യാണല്ലോ. ഇനി അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും എഴുതാൻ പറ്റും. സോ മാസ്റ്റേഴ്സ്, ക്രിയേറ്റ് അക്കൗണ്ട്, സെലക്ട് ഗ്രൂപ്പ്, സെലക്ട് സബ് ഗ്രൂപ്പ്, എൻ്റർ ദ അക്കൗണ്ട് നെയിം ആൻഡ് സേവ്. ഇനി ഈ പറയുന്ന ഓരോന്നിനും റെലവൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും സബ് ഗ്രൂപ്പ്സും കൊടുക്കണം. സോ അതിൽ വരുന്നത് ക്യാപിറ്റൽ ഉണ്ട്, ഫേർണിച്ചർ ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പർച്ചേസേഴ്സ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, അതുപോലെ സാലറി ഉണ്ട്. ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം, അതുപോലെ സബ് ഗ്രൂപ്പ് ചെയ്യുകയും വേണം. സോ അതൊരു ടേബിളർ ഫോർമാറ്റിൽ ചെയ്യാം. നമ്മളിപ്പോൾ എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ ചെയ്താൽ മതി. സീരിയൽ നമ്പറൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട് ആർന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ലെഡ്ജർ അക്കൗണ്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു 8 ഉണ്ടല്ലോ, 8 അക്കൗണ്ട്സും സെപ്പറേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ ഉണ്ട്, ഫേർണിച്ചർ ഉണ്ട്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പർച്ചേസസ്, സെയിൽസ്, സാലറി എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഏതിലാണ് വരിക? ഏത് ഗ്രൂപ്പിൽ വരിക? ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ തന്നെയാണ് വരിക. അതിൻ്റെ സബ് ഗ്രൂപ്പ് ഒന്നുമില്ല. അത് പിന്നെ ക്യാപിറ്റലാണല്ലോ, അതുകൊണ്ട് സബ് ഗ്രൂപ്പ് ഒന്നുമില്ല. പിന്നെ ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റിലാണ് ഫർണിച്ചർ വരുന്നത്. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് ഫർണിച്ചർ ആണല്ലോ, അത് ഫിക്സഡ് അസറ്റിലാണ് വരുന്നത്. സബ് ഗ്രൂപ്പ് ഏതാ? ഫർണിച്ചർ തന്നെ, അതിൽ സബ് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെയുള്ള ക്യാഷ് ആണ്. ക്യാഷ് എന്താ? കറണ്ട് അസറ്റാണെന്ന് നമുക്കറിയാം. സോ അത് കറണ്ട് അസറ്റാണ് ഗ്രൂപ്പ് കൊടുക്കുക. അതിൻ്റെ സബ് ഗ്രൂപ്പ് ഏതാ? ക്യാഷ് ആണ്. പിന്നെ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, അതിൻ്റെ സബ് ഗ്രൂപ്പ് വരുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്, അല്ലേ? പിന്നെ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റീസ് ആണ്, മാറരുത്, അത് രണ്ടും അങ്ങോട്ടും മാറിപ്പോരുത്. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ സബ് ഗ്രൂപ്പ് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് ആണ്, അത് മാറിപ്പോരുത്. ഓക്കെ, ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും അങ്ങോട്ടും മാറിപ്പോരുത്. പിന്നെ ഉള്ളത് പർച്ചേസസ് ആണ്. പർച്ചേസ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് സബ് ഗ്രൂപ്പ് ഒന്നുമില്ല. പിന്നെ വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ഡയറക്റ്റ് ഇൻകം. അതുപോലെ സാലറി ഉണ്ട്, സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആണ്. ഇതിനൊന്നും സബ് ഗ്രൂപ്പ് ഇല്ല. സബ് ഗ്രൂപ്പിൽ അത് ഒന്നെങ്കിൽ നിൽ എഴുതുക, അതല്ലെങ്കിൽ നൺ നോക്കി എഴുതി വെച്ചാൽ മതി. സോ ഇത്ര എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുക, എന്നിട്ട് 3 ആക്കിയിട്ട് എഴുതുക. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ല ഏത് ഗ്രൂപ്പാണ് ഏത് സബ് ഗ്രൂപ്പാണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ബ്ലാങ്ക് ആക്കി കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം എഴുതുക. എത്രത്തോളം എഴുതുന്നു അത്രത്തോളം നല്ല. കംപ്ലീറ്റ് അറിയാൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അഥവാ 1 or 2 എണ്ണം അറിയില്ലെങ്കിൽ അത് ജസ്റ്റ് ബ്ലാങ്ക് ആക്കി ഇടുക, കുഴപ്പമൊന്നുമില്ല. സോ 2021 മാർച്ച് വെച്ച് നോക്കുമ്പോൾ 2020 മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫല്ല, കുറച്ച് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. ലാസ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഫംഗ്ഷൻസും അതുപോലെ ടേബിൾ ക്രിയേഷനൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും എല്ലാം നോക്കി പോവാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.